ഒരു പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലോട്ട് കയറുന്ന സമയത്ത് രണ്ട് വശവും നോക്കി വാഹനങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി മുന്നോട്ടെടുക്കുക. പല ആളുകളും ശ്രദ്ധിക്കാതെ പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലോട്ട് കയറുന്ന കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ ആനവണ്ടി ആളെ കയറാനായിട്ട് നിർത്തുന്നുണ്ട്. എനിക്ക് ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. പക്ഷേ മുന്നിൽ നിന്നൊരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഞാനവിടെ ഒതുങ്ങി നിൽക്കുകയാണ്. ബസ്സിൻ്റെ ഡ്രൈവർ ശരിക്കും ഹാൻഡ് സിഗ്നൽ തരേണ്ടതാണ്, പക്ഷേ അത് കിട്ടിയില്ല. ഞാൻ എന്തായാലും ഹോൺ മുഴക്കി മുന്നോട്ട് പോയി സേഫായിട്ട് ഓവർടേക്ക് ചെയ്ത് കയറാൻ സാധിച്ചു. ഇതേപോലെ ഭാരമുള്ള ലോഡുമായി പോകുന്ന ലോറിയുടെ പിറകിൽ ഹോൺ അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ മുന്നിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. മുന്നിലൊരു ടേണിംഗ് ആണ്. ഞാൻ ചെറുതായി ഹോൺ അടിച്ചു, പക്ഷേ മുന്നിൽ നിന്നും ഒരു ബൈക്ക് കയറി വരുന്നുണ്ട്. ആ ബൈക്ക് കടന്നുപോയ ശേഷം മുന്നോട്ടുള്ള എൻ്റെ വ്യൂ ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ലോറി ഓവർടേക്ക് ചെയ്തു. സിഗ്നൽ കടന്നാണ് ഞാൻ പോകുന്നത്. പക്ഷേ ആ സ്കൂട്ടറുകാരൻ കണ്ടോ, ഒന്നും നോക്കുന്നില്ല. പുള്ളി ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ല, പിന്നിൽ വരുന്ന വണ്ടികളെ മൈൻഡ് ചെയ്യുന്നില്ല. ഒരു പ്രത്യേകതരം ജീവി അല്ലേ ദാസാ? അതേപോലെ ഇടതുഭാഗത്ത് പോകുന്ന ഓട്ടോറിക്ഷ ഇപ്പോൾ വലത്തേക്ക് തിരിക്കും. ഇൻഡിക്കേറ്റർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ രണ്ട് ലൈറ്റിനും നല്ല ഗ്രില്ലൊക്കെ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ മുന്നിൽ ആളെ ഇരുത്തിയിട്ടുണ്ട് ഡ്രൈവർ. കരമന ജംഗ്ഷനിലുള്ള സിഗ്നലിലേക്കാണ് പോകുന്നത്. ഏറ്റവും മുന്നിലായിട്ടൊരു ബസ് പോകുന്നുണ്ട്. ഇപ്പോൾ റെഡ് സിഗ്നൽ ആകും. ഞാൻ ആ റെഡ് സിഗ്നൽ സൂം ചെയ്ത് കാണിക്കാം. പക്ഷേ ആ ബസ് കടന്നുപോയി മുന്നോട്ടേക്ക്. റെഡ് സിഗ്നൽ ആയതുകൊണ്ട് തന്നെ പുറകിൽ വന്ന ബൈക്കുകാരൻ അവിടെ ചവിട്ടി നിർത്തി. പക്ഷേ പിന്നിലുള്ള കാറുകാരൻ അത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. അറിയാതെ പറ്റിയ അബദ്ധമാണ്, വേണമെന്ന് ചെയ്തതല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ഭാഗ്യത്തിന് വലിയ അപകടമൊന്നും ഉണ്ടായില്ല. വണ്ടി ഒന്ന് വീണതേ ഉള്ളൂ. പുള്ളി ഒന്ന് പാനിക് ആയിട്ടുണ്ട്. കുറച്ച് പേർ അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോഴേക്ക് സിഗ്നൽ വിടുകയും ചെയ്തു. പിന്നിൽ നിന്നും വണ്ടികൾ ഹോൺ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് അറിഞ്ഞോടല്ലോ മുന്നിൽ അപകടം നടന്ന കാര്യം. എന്തായാലും വണ്ടികൾ മുന്നോട്ടേക്ക് എടുക്കുന്നുണ്ട്. സ്പോട്ടിലേക്ക് ഇടതുവശത്തൂടെ ഒരു ട്രാഫിക് പോലീസുകാരനും ഒരു പോലീസുകാരനും വരുന്നുണ്ട്. കൈമാനം സിഗ്നലാണ്. പിന്നിൽ നിന്നൊരു ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ട ഉടനെ തന്നെ ഞാൻ വണ്ടി മാറ്റാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ വണ്ടി ഇടത്തേക്ക് മാറ്റി. എന്തായാലും ഈ സൈഡിൽ കൂടെ തന്നെ ആയിരിക്കും ആംബുലൻസ് കയറി വരിക. ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടാൽ ഉടനെ തന്നെ വണ്ടി മാറ്റി കൊടുക്കുന്നതാണ് ഉത്തമം. കാര്യം അതിനകത്തൊരു ജീവനല്ലേ. ആളുകൾ എന്തായാലും വണ്ടി മാറ്റുന്നുണ്ട്. ആംബുലൻസ് കടന്നുപോയി. രാത്രി പീക്ക് ടൈമാണ്. മുന്നിൽ പോകുന്ന ഓട്ടോറിക്ഷ ഉണ്ടോ, ഡാൻസിങ് ആൻഡ് DJ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൂടെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഹോൺ അടിച്ചു പുള്ളി മാറിത്തരാനായിട്ട്. കാര്യം മുന്നിൽ ഒഴിഞ്ഞിരിക്കുകയാണ്. വേഗത കുറച്ച് പോകുന്നവർ ഇടതുവശത്തൂടെ പോകുന്നത് നന്നായിരിക്കും. കാര്യം നോർമൽ വേഗതയിൽ പോകുന്നവർക്ക് വലതുവശത്തൂടെ കടന്നു പോവാം. പക്ഷേ ഇദ്ദേഹം മാറിത്തരാനുള്ള സാധ്യത കാണുന്നില്ല. ഞാൻ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ ചെന്ന് പുള്ളിയോട് കാര്യം പറഞ്ഞു. തിരിയാനല്ലെങ്കിൽ പിന്നെ എന്തിനാ സഹോദര വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്നത്. വീണ്ടും കാണാം.